ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ക്ഷേത്ര നേതാക്കളെയും ആചാര്യന്മാരെയും തടവറയിലടച്ചു. കടുത്ത മതദ്രോഹവും തീവ്ര ഇസ്ലാമിസത്തിലേക്കും പോകുന്ന ബംഗ്ലാദേശിൽ നിന്നും വരുന്ന വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയെ അസ്വസ്ഥമാക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഇടപെടണമെന്നും രക്ഷിക്കണമെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും മുറവിളി കൂട്ടുമ്പോൾ ദുൽഖർ സൽമാൻ എന്തുകൊണ്ട് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല? ഓൾ ഐസ് ഓൺ ഗാസ എന്ന് പോസ്റ്റിട്ട് കേരളത്തിന്റെ സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ ഇപ്പോൾ എവിടെ പോയി? ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും ക്രൂരതകളും ഒന്നും ഗാസയെ ഓർത്ത് പോസ്റ്റിട്ട മലയാള സെലിബ്രിറ്റികൾ കാണുന്നില്ലേ? അന്ന് ഓൾ ഐസ് ഓൺ റഫ എന്ന് ഇസ്രയേലിനെതിരെ ദുൽഖർ സൽമാൻമാർ അനേകം പോസ്റ്റിട്ടു എങ്കിലും റഫേൽ ഇസ്രയേൽ കയറുകയും ഹമാസിന്റെ മാളങ്ങളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ഇസ്കോൺ ക്ഷേത്രങ്ങളും ഭീകരന്മാരല്ല, തീവ്രവാദികളല്ല. അതിനാൽ തന്നെ അവരെ വേട്ടയാടുമ്പോൾ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ടയായി തന്നെ കാണണം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നിർദ്ദയമായി കൊല ചെയ്യപ്പെടുന്നു. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് സ്ഥിരമായി അന്നദാനം കൊടുക്കുന്ന ഓർഗനൈസേഷനായ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഒരു തീവ്രവാദ സംഘടനയായി മുദ്ര കുത്തപ്പെട്ട് അത് നിരോധിക്കാനായിട്ടുള്ള ആവശ്യം വരെ കോടതിയിലെത്തി. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭക്തരുടെ നൂറുകണക്കിന് ആളുകളുടെ വീടുകൾ തള്ളി തകർത്തു എന്ന വിവരങ്ങളാണ്. ബംഗ്ലാദേശിൽ സോഷ്യൽ മീഡിയ പോലും നിയന്ത്രണത്തിലും നിരോധനത്തിലുമാണിപ്പോൾ. വർഷങ്ങളായി 10,000-കണക്കിന് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഭക്ഷണം കൊടുത്തു വന്നിരുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം തന്നെ ബംഗ്ലാദേശിലെ പാവപ്പെട്ട ആളുകളുടെ സഹായത്തിന് വന്നിരുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം അത് എന്നാണ് തീവ്രവാദ സംഘടനയായ ബംഗ്ലാദേശിൽ മുദ്ര കുത്തപ്പെട്ടത്? ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും സഹായിച്ച ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഹിന്ദു ഭക്തരെയാണ് ഉപദ്രവിക്കുന്നത്. ബംഗ്ലാദേശി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഹിന്ദു ബ്രഹ്മചാരി ചിന്മയദാസ് ആയുധമേന്തിയ ഒരു തീവ്രവാദിയോ അക്രമകാരിയോ അല്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ നോക്കൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കില്ല, വടിവാളില്ല, കത്തിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ജപമാലയിടുന്ന ഒരു ബാഗ് മാത്രമാണ്. പോലീസിന്റെ ബസ്സിലിരിക്കുമ്പോഴും അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നത് മുഴുവൻ സമാധാനത്തിലൂടെ വേണം ഇതിനെതിരെ പ്രതികരിക്കാൻ എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. മുസ്ലിങ്ങൾ ഇഫ്താർ പാർട്ടി നടത്തിയ ഹരേ കൃഷ്ണ ക്ഷേത്രങ്ങൾ വരെ ജിഹാദികൾ പിന്നീട് തല്ലി തകർത്തു. ബംഗ്ലാദേശിലെ നിരവധി ക്ഷേത്രങ്ങൾ ഇതിനോടകം ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷത്തിലുള്ളവർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബംഗ്ലാദേശിൽ. കൊൽക്കത്തയിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തന്മാർ തെരുവിലിറങ്ങി സമാധാനപരമായി പ്രതിഷേധിച്ചു, ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന്. പക്ഷെ കേരളത്തിലെ മീഡിയകളും സിനിമാക്കാരും ഒന്നും ഇത് കാണില്ല. ലോകത്ത് ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ ശബ്ദമുയർത്താൻ അവർ ആരുമല്ല. ഹിന്ദുക്കൾക്കെതിരെയുള്ള അനീതിക്കെതിരെ നിൽക്കാൻ ഇവരാരുമില്ല. കടുത്ത മതദ്രോഹവും തീവ്ര ഇസ്ലാമിസത്തിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ്. ഈ വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയെ അസ്വസ്ഥമാക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഇടപെടണമെന്നും രക്ഷിക്കണമെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും മുറവിളി കൂട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. 1971 വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 22% ഹിന്ദുക്കളായിരുന്നു. ഇത്ര വലിയ ഒരു മതവിഭാഗം പിന്നീട് മെല്ലെ മെല്ലെ അവിടെ ഇല്ലാതാവുകയായിരുന്നു. ഇസ്ലാംവൽക്കരണത്തിന് മുൻപ് ബംഗ്ലാദേശ് 100% ഹിന്ദു സംസ്കാരത്തിലും ക്ഷേത്ര സംസ്കാരത്തിലും മാത്രമായിരുന്നു. ഇപ്പോൾ ഹിന്ദു സമുദായം ഏകദേശം 8%. അവരാകട്ടെ ഭീതിയിലും ക്രൂരമായ മതപീഡനവും അനുഭവിക്കുന്നു. ആരാധനാ സ്വാതന്ത്ര്യവും ക്ഷേത്രവും പോലും നിഷേധിക്കുന്നു. ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുൻപ് ഈസ്റ്റ് ബംഗാൾ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. രാജ്യത്തിന്റെ ആദ്യകാല രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ പ്രാദേശിക ആധിപത്യത്തിനായി മത്സരിച്ചിരുന്ന ഹിന്ദു ബുദ്ധ രാജ്യങ്ങളുടെ ചരിത്രം ഉൾപ്പെടുന്നു. അതിനെല്ലാം ശേഷം AD 6-7 നൂറ്റാണ്ടുകളിലാണ് ഇസ്ലാം മതം ബംഗ്ലാദേശിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ബക്തിയാർ ഖിൽജി ഇവിടുത്തെ പ്രദേശങ്ങൾ കീഴടക്കി. ഷാജലാൽ തുടങ്ങിയ സുന്നി വിഭാഗം ഇസ്ലാം മതം ബംഗ്ലാദേശിൽ ആധിപത്യമാവുകയായിരുന്നു. പിന്നീട് മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുകയും ക്ഷേത്രങ്ങൾ മാറ്റി മോസ്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ഇസ്കോൺ ക്ഷേത്ര ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് ഉൾപ്പെടെ ജയിലിലായത്. ഇവരുടേതടക്കം ഇസ്കോണുമായി ബന്ധപ്പെട്ട 17 പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബംഗ്ലാദേശ് അധികൃതർ ഉത്തരവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിന്ദു നേതാവിന്റെ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അഭിഭാഷകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസിനെ നിരോധിക്കണം എന്ന ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി. ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് വിവിധ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇവരുടെ അക്കൗണ്ട്
അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ അയച്ചു. ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഇടപാടുകളും 1 മാസത്തേക്ക് നിർത്തിവെച്ചതായിട്ടാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. അറസ്റ്റിലായ ഹിന്ദു ആചാര്യന്മാരെ 17 വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളുടെ അപ്ഡേറ്റ് ചെയ്ത ഇടപാട് പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടുത്ത 3 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അയക്കാൻ സെൻട്രൽ ബംഗ്ലാദേശ് ബാങ്കിന് കീഴിലുള്ള സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസി ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഹിന്ദു സമൂഹത്തിന്റെ റാലിക്കിടെ ചട്ടോഗ്രാമിലെ ന്യൂ മാർക്കറ്റ് ഏരിയയിൽ ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ അനാദരിച്ചു എന്നാരോപിച്ച് ദാസ് ഉൾപ്പെടെ 19 പേർക്കെതിരെ ചട്ടോഗ്രാമിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ രാജ്യദ്രോഹത്തിന് കേസെടുത്തു. ഹിന്ദു റാലിയിൽ ദേശീയ പതാകയും കാവ്യ പതാകയും ഒന്നിച്ചു പ്രദർശിപ്പിച്ചു എന്നാണ് കാരണം. തുടർന്ന് ബംഗ്ലാദേശ് സമ്മിലിത സനാതനി ജാഗ്രൻ ജോട്ടയുടെ വക്താവായ ദാസിനെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ധാക്കയിലെ ഹസ്രത് ഷാജ്ലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ചട്ടോഗ്രാം കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ അനുയായികളുടെ പ്രതിഷേധത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.